Hello dear students, welcome back to classroom. അപ്പോൾ നമ്മൾ ഇന്ന് കളർ പെൻസിൽ വെച്ചിട്ട് ലിപ്സ് ആണ് ചെയ്യുന്നത് കേട്ടോ. ലിപ്സ് ചെയ്യുമ്പോൾ ഔട്ട്ലൈൻ ക്ലിയർ ആവുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പെൻസിൽ ഷെയ്ഡൊക്കെ വെച്ചിട്ട് ലിപ്സും നോസ് ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ലിപ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നല്ലേ. റൗണ്ട് അതായത് സർക്കിൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഔട്ട്ലൈൻ കറക്റ്റ് ആവുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്യുന്ന കളേഴ്സ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഓരോ ഭാഗവും ചെയ്യുമ്പോൾ വീഡിയോയിലേക്ക് നോക്കിയിട്ട് വീഡിയോ പോസ് ചെയ്ത് വേണം ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിവിടെ റെഡിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെൻസിൽ മാറ്റുന്നത് അറിയാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടോൺ ചെയ്യുന്നത് ഒരു ലൈറ്റ് പീച്ച് ടോണാണ്. അതന്നെ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. നമ്മളിതിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് ലൈറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ റൈസർ വെച്ചിട്ടൊന്ന് വായിച്ചു കൊടുത്തു. കാരണം നമ്മൾ കളറിങ് ചെയ്ത് കംപ്ലീറ്റ് ആയതിന് ശേഷം ഔട്ട്ലൈൻ കാണാനേ പാടില്ല. അപ്പോൾ നമ്മൾ ഏതൊരു പിക്ചർ വരച്ചാലും നമ്മുടെ പിക്ചർ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയി എന്ന് തോന്നിയാൽ അതായത് കളറിങ്ങും മറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ കളറിൻ്റെ അതായത് പെൻസിലിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ ഇട്ടതൊന്ന് മായ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ സെക്കൻഡായിട്ട് ഞാൻ പിങ്കാണ് യൂസ് ചെയ്യുന്നത്, സെക്കൻഡ് ടോൺ ആയിട്ട് കേട്ടോ. അത് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ശ്രദ്ധിക്കുക. ഐസ് ആണെങ്കിലും നോസ് ആണെങ്കിലും എവിടേക്കാണ് ലൈറ്റ് ഡാർക്ക് വരുന്നത് എന്നുള്ളതൊക്കെ പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തെറ്റാതെ തന്നെ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ യൂസ് ചെയ്തിട്ട് അതേ മെത്തേഡ് തന്നെയാണ് താഴെ യൂസ് ചെയ്തിട്ടുള്ള കളറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഒരു പീച്ച് കളറ്, രണ്ടാമത് പിങ്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെൻറ്ററിൽ നമ്മൾ കുറച്ച് ഡാർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടോൺ നേരെ പോയിട്ട് നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കരുത് കേട്ടോ. ഞാൻ ആ ഒരു എന്താ പറയുക ഗ്രീൻ ഉണ്ടല്ലോ, ഗ്രീനും ബ്രൗണും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ടോൺ ആയിട്ട് കൊടുത്തത്. പിന്നെ സെക്കൻഡ് ടോൺ ബ്ലാക്ക് കൊടുത്തു, പിന്നെ ബ്രൗൺ കേട്ടോ. അതൊക്കെ ലൈറ്റായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ ലിപ്സിൻ്റെ രണ്ട് അറ്റത്തുമായിട്ട് അതായത് അവിടെ കുറച്ച് ഡാർക്ക് കൂടുതലുണ്ടാവും. നിങ്ങളുടെ ഫോട്ടോ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബേൺസീനയാണ് രണ്ട് സൈഡിലും ഡാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ബേൺസീന എന്ന് പറഞ്ഞാൽ ബ്രൗൺ കേട്ടോ. അപ്പോൾ കളറിൻ്റെ പേരൊക്കെ ഒന്ന് നിങ്ങൾ പഠിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ടോണായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു നല്ലൊരു 3D എഫക്റ്റിൽ ഫിനിഷിൽ കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കളർ പെൻസിൽ എന്ന് വെച്ചാൽ റെഡാണ്. ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടുള്ള റെഡല്ല കേട്ടോ. നിങ്ങൾ ലൈറ്റായിട്ട് വേണം ലിപ്സിൻ്റെ അവിടെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെഡിൻ്റെ തന്നെ ലൈറ്റ് മുതൽ ഡാർക്ക് വരെയുള്ള വ്യത്യസ്ത പെൻസിലുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് പെൻസിലാണെങ്കിലും അമർത്തി പിടിച്ച് നിങ്ങൾ കളറ് ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടോൺ ഇട്ടതിന് ശേഷം മുകളിലൊന്നും ചിലപ്പോൾ വേറെ കളേഴ്സ് മിക്സ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ലൈറ്റായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ലോവർ ലിപ്സിൽ ശ്രദ്ധിക്കുക, ഹൈലൈറ്റൊക്കെ ഇതുപോലെ നിങ്ങൾ മാർക്ക് ചെയ്തിടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരച്ച് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. പെൻസിൽ വെച്ച് ഒരിക്കലും നിങ്ങൾ ഔട്ട്ലൈൻ ഇടരുത്. അതായത് ചില കുട്ടികൾക്കുണ്ട് ഇത് പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പോയിട്ട് ഔട്ട്ലൈൻ ഇടുന്നത്. അത് വളരെ എന്താ പറയുക പിക്ചർ വൃത്തികേടായിട്ടുള്ളൊരു എഫക്റ്റേ കാണിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളത് ചെയ്യരുത്. പിന്നെ രണ്ട് ലിപ്സും തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗത്ത് ചെറുതായിട്ടൊരു ഡാർക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ലൈറ്റായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് നോക്കുക. ഇത് നോക്കിയിട്ട് വേണം പിക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്.
ലെൻസ് ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. നിങ്ങൾക്ക് പിക്ചറിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇതിൽ ലൈറ്റും ഡാർക്കും കറക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്ത് എന്നുള്ളതും. അപ്പോൾ നിങ്ങൾ ഓരോ ഭാഗവും ചെയ്യുമ്പോൾ വീഡിയോ പോസാക്കിയിട്ട് വേണം പിന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു പിക്ചർ റെഫർ ചെയ്തിട്ട് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലിപ്സിൽ കറക്റ്റായിട്ട് ഓരോ ചുളിവും വടക്കുകളുള്ളതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റ് പെൻസിൽ വെച്ചിട്ടാണ് ആ ഒരു ഹൈലൈറ്റൊക്കെ കാണിക്കുന്നത്. പെൻസിൽ നന്നായിട്ട് ഷാർപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ വൈറ്റ് ടോൺ ചെയ്യുന്ന ഭാഗം ഇതുപോലെ കുറച്ചൊരു തിക്കായിട്ട് കാണിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളൊരു കളറ് എന്താ പറയുക ഈ പെൻസിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വൈറ്റ്നർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ നന്നായിട്ട് ഷാർപ്പ് ചെയ്തിട്ടാണ് പെൻസിൽ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തേക്കാളും കുറച്ചുകൂടി ടോണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ വൈറ്റ്നർ യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. നിങ്ങൾ റെഫർ ചെയ്യുന്ന പിക്ചറിലേക്ക് നോക്കിയിട്ട് മാത്രം ചെയ്യുക. കുറച്ച് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതലായാൽ അതൊരു വൃത്തികേടായിട്ട് നിൽക്കും കേട്ടോ.